ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ പല ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചു. അച്ഛനും GK പിള്ള സാറും തമ്മിൽ മണിപ്പൂരിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയുകയില്ല. നമ്മുടെ മുൻ ആഭ്യന്തര സെക്രട്ടറി ആണെന്നുള്ളത് എനിക്കറിയാം, കേന്ദ്രത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തെ ഞാൻ നേരടിയായി കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് എന്നെ അറിയത്ത് പോലുമില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അവർ പറഞ്ഞത്, ഇന്ന് മലയാള മനോരമയിൽ ഒരു വലിയ ഫീച്ചർ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, കേരളത്തിൽ വന്ന് ചാനൽ ചർച്ചകളിലും അല്ലാതെയും അച്ഛൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാനത് വായിക്കാൻ ഇടയായിത്തീർന്നു. വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇവിടെ പല സംഘപരിവാർ കുടുംബവും അനുചരന്മാരായിരിക്കുന്ന ക്രൈസ്തവ നാമധേയ കൂട്ടത്തിലുള്ള ചില സംഘടനകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്താണോ അവിടെ വെച്ച് കൃത്യമായി മനസ്സിലാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ ബഹുമാനപ്പെട്ട GK പിള്ള സാറ് തൻ്റെ ആ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: മണിപ്പൂരിൽ ആഭ്യന്തര കലാപങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. ഇന്ത്യയിൽ ലയിപ്പിച്ചത് തൊട്ടേ കേന്ദ്ര ഭരണത്തോടുള്ള അതൃപ്തി അവിടെ നിലവിലുണ്ടായിരുന്നു. ലയനത്തെ മണിപ്പൂരിലെ ഒരു വിഭാഗം അംഗീകരിച്ചിരുന്നില്ല. എങ്കിലും കേന്ദ്ര ഭരണ പ്രദേശവും പിന്നീട് സംസ്ഥാനങ്ങളും മാറിയതോടെ ക്രമേണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നിലനിന്നിരുന്നു. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശാലമായിട്ട് എഴുതിയിട്ട് അദ്ദേഹം 2-3 കാര്യങ്ങൾ, 2-3 പോയിന്റ് എടുത്തു പറയേണ്ടത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അഥവാ 2023 മെയ് മാസം 3-ാം തീയതി മുതലുണ്ടായിരിക്കുന്ന ആ പ്രശ്നങ്ങളുടെ തുടക്കം, ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ, ഞാൻ കൃത്യമായി ഇവിടെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അത് അവിടുത്തെ ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിരീക്ഷണം വരുവാനും അത് സംഘർഷമായി കലാപമായി മാറുവാനായിട്ടും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആ മണിപ്പൂരിലെ കലാപങ്ങളെന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ടുണ്ടായതല്ല, എതിർച്ചയാ സംഭവിച്ച ഒരു പ്രശ്നമല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരുപാട് പണികൾ നടന്നിരുന്നു. അത് സംഭവിക്കാൻ തക്കവണ്ണം ഒരുപാട് പേർ അധ്വാനിച്ചിരുന്നു. ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അത് ആരംഭിച്ച ആളുകൾക്ക് അത് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ കാരണങ്ങളാണ് ബഹുമാനപ്പെട്ട GK പിള്ള സാറ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത്, അവിടെ താഴ്വരങ്ങളിൽ പാർക്കുന്നതായിട്ടുള്ള മെയ്ത്തികൾക്ക് ആവശ്യത്തിനുള്ള സ്ഥലമില്ലെന്നും എന്നാൽ കുക്കികൾക്കും മറ്റു ഗോത്ര വിഭാഗങ്ങൾക്കും ധാരാളം സ്ഥലമുണ്ടെന്നുമുള്ള ഒരു തെറ്റായ പ്രചരണം അവിടെ അഴിച്ചുവിടുകയും അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അത് ശരിയാണ്, അങ്ങനെയാണ് അവിടെ ആ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പറയാം, ജിറിബാം അടക്കമുള്ള, വിഷ്ണുപൂർ അടക്കമുള്ള, അതേപോലെ ഇംഫാൽ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ജില്ലകളിലും വളരെയധികം താഴ്വരങ്ങളുണ്ട്. അതിനകത്ത് താഴ്വാരം കുറവായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഏറ്റവും കുറവായിട്ടുള്ള സ്ഥലങ്ങൾ ചുരാച്ചാൻപൂരിലും അതേപോലെ കാങ്കോപ്പിയൊക്കെയാണ്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സമതലങ്ങളാണ്, വളരെ മനോഹരമായ ഭൂപ്രദേശങ്ങൾ. അവിടെ എല്ലാം തന്നെ മേയ്ത്തികളാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ ഇംഫാലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രചരണമാണ്. അത് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ABC മലയാളം എന്ന് പറയുന്ന ചാനലിലിരുന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ആളുകളും അതേപോലെ തന്നെ പ്രിയപ്പെട്ട മാത്യു ശാമുവൽ, ഇവരൊക്കെ തന്നെ BJPയുടെ വാക്താക്കളായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കുടുംബാംഗങ്ങളായിട്ട് നിന്നുകൊണ്ട് സത്യത്തെ തമസ്കരിക്കുന്ന വളച്ചൊടിക്കുന്നവരുമായിട്ടാണ് അവരുടെ എല്ലാ അല്ലെങ്കിൽ അവരുടെ വാദങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്രിയപ്പെട്ട മാത്യു ശാമുവൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മണിപ്പൂരിലുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ABC മലയാളം ചാനലിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ പറയുന്നതായിട്ടുള്ള അദ്ദേഹം ആസാം വരെ പോയിട്ടുള്ളൂ, മണിപ്പൂരിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഈ വിധത്തിലുള്ള
പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. അത് കേട്ടിട്ട് നമ്മൾ വിചാരിക്കും നേരാണല്ലോ, അത് വർഗീയ കലാപമല്ല, അത് വംശീയ കലാപമല്ല, അത് ഗോത്ര കലാപമാണ് എന്നൊക്കെ. എന്നാൽ അത് മാത്രമല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയത ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ആരംഭം മുതൽ ഞാൻ പറഞ്ഞത് വളരെ സാധൂകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട GK പിള്ള സാറ് കൃത്യമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഭൂപ്രകൃതിയെ സംബന്ധിച്ചുള്ള ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, ഭൂപ്രകൃതിയെ സംബന്ധിച്ചുള്ള കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്ന അവിടെയുള്ള ധാതു ലവണങ്ങൾ, അതേപോലെ തന്നെ വിലപിടിപ്പുള്ള വജ്രം, അതേപോലെ മറ്റ് പല പെട്രോളിയം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു വെമ്പലാണ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടയായിട്ട് കിടക്കുന്നത്. രണ്ടാമത് ബഹുമാനപ്പെട്ട GK പിള്ള സാറ് വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പാകെ വരച്ച് കാണിക്കുന്നത് പട്ടികവർഗത്തിൻ്റെ റിസർവേഷനെ സംബന്ധിച്ചാണ്. മെയ്ത്തികൾക്ക് റിസർവേഷൻ ഇല്ല, അപ്പോൾ മെയ്ത്തികൾക്ക് റിസർവേഷൻ വേണം, അത് പട്ടിക വർഗത്തിൻ്റെ ഇത് വേണമെന്നുള്ളത്, അങ്ങനെയുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നതെന്നാണ് GK പിള്ള സാറ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ നിജാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മെയ്ത്തികളുടെ ഇടയിൽ SC വിഭാഗത്തിലുള്ളവരുണ്ട്, അവർക്ക് സംവരണമുണ്ട്, OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അവർക്ക് സംവരണമുണ്ട്. അപ്പോൾ അവിടെ സനാതന ധർമ്മത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന സവർണരായിട്ടുള്ള ആളുകൾ, അവർക്കാണിപ്പോൾ പട്ടികവർഗത്തിൻ്റെ ആനുകൂല്യം വേണമെന്ന് വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 1960 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശം ഹില്ലേരികൾ മുഴുവനും തന്നെ ട്രൈബൽസിന് മാത്രമേ അവകാശമായിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഹില്ലേരിയയിലേക്ക് മറ്റുള്ളവർക്ക് സ്ഥലം വാങ്ങിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിനാൽ ആ സ്ഥലങ്ങൾ തങ്ങൾക്ക് കൈവശപ്പെടുത്തണമെങ്കിൽ തങ്ങൾക്ക് പട്ടികവർഗ ആനുകൂല്യം കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതുകൊണ്ടാണ് ഈ ചാതുർവർണ്ണത്തിൽപ്പെട്ട സനാതന ധർമ്മത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന വൈഷ്ണവേറ്റ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഈ പ്രിയപ്പെട്ടവർ കലാപം ഉണ്ടാക്കാനായിട്ട് രാഷ്ട്രീയ നേതൃത്വം സമ്മതിച്ചിരിക്കുന്നത്. ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവിടുത്തെ ഭൂപ്രകൃത സംബന്ധമായിട്ടുള്ള കലാപമാണെന്നും അവിടുത്തെ പട്ടികവർഗ സംവരണത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോകളിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതെന്താണ്? ബിസിനസ് താല്പര്യമാണ്. ആ ബിസിനസ് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലാപങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ എന്താ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട GK പിള്ള സാർ ഒരു കാര്യം കൂടെ വളരെ കൃത്യമായിട്ട് ആ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരമ്പായത്താങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള അവിടുത്തെ ബഹുമാനനായിരിക്കുന്ന N ബീരേൻ സിംഗ് അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്ന, അദ്ദേഹം നട്ടു വളർത്തിയിരിക്കുന്ന ഈ അരമ്പായത്താങ്കോൾ എന്ന് പറയുന്ന സായുധ സേന അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം, സോൾ ആൻഡ് ഹാർട്ട്. അപ്പം അദ്ദേഹം അതിനെ വളവും വെള്ളമൊക്കെ കൊടുത്ത് പരിപോഷിപ്പിക്കുന്നതിൻ്റെ കാരണം അധികാരം തൻ്റെ കയ്യിൽ ഒതുക്കാനായിട്ടാണ്. താൻ ജയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നിന്നാണ്. ഇപ്പോൾ ആ മണ്ഡലത്തിലെ ഇലക്ഷനൊക്കെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന മണ്ഡലത്തിലൊക്കെ വളരെയധികം താഴ്ന്ന അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. അപ്പം അദ്ദേഹം അവിടെ ഇനിയും മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ യാതൊരു അവകാശവുമില്ല. ബഹുമാനപ്പെട്ട GK പിള്ള സാറിൻ്റെ ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ മാറ്റണം. ഈ കാര്യം അവിടുത്തെ ജനത ഒന്നടങ്കം പറയുന്നതാണ്. മേത്തികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളൊക്കെ. ഇപ്പം വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് NPP അവരുടെ പിന്തുണയൊക്കെ പിൻവലിച്ചു എന്ന് മാത്രമല്ല, അവരിപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതിനകത്ത് എനിക്കൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നൊരു കാര്യം കൂടെ ഞാൻ ബന്ധപ്പെടുത്തി പറയാനായിട്ട് ആഗ്രഹിക്കുക. അവരിപ്പോൾ പറയുന്നത് എന്താണ്? ഈ പ്രശ്നം ഉണ്ടാക്കിയെല്ലാം തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും കൂടെ ചേർന്നിട്ടാണ് എന്നാണ് അവരുടെ ഒരു വാദം. ഈ കേന്ദ്രമന്ത്രിസഭയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് NPP. നമ്മുടെ നാട്ടിലൊരു കാര്യം ഒരു തമാശ പറയാറുണ്ടല്ലോ, കൂടെ കിടക്കുന്നതിനെ രാപ്പനി അറിയുള്ളൂ എന്ന്. NPPയുടെ ഇരട്ടത്താപ്പ് ഇപ്പോഴാണ് നമുക്കും മനസ്സിലാക്കാൻ ആയത്. കഴിഞ്ഞ 18 മാസമായിട്ട് അവർക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഇപ്പോൾ അവർ പറയുന്നത്. 18 മാസം മുമ്പ് തന്നെ അവരത് പറഞ്ഞ് ലോകത്തോടത് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ NPP വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ.
കാരണം തങ്ങൾക്കും അപ്പക്കഷ്ണം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ. അതിനകത്ത് എവിടേക്കോ വിഘാതം വന്നപ്പോഴാണ് അവർ പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ. അങ്ങനെ ഈ കഴിഞ്ഞ 18 മാസക്കാലം നിങ്ങൾക്ക് തോന്നാതെ ഇപ്പം നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താണെന്നുള്ളതിൻ്റെ വ്യക്തതയും കൂടെ നിങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞേക്കാം അത് ഞങ്ങൾ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം കറക്റ്റഡ് ആകാഞ്ഞിട്ടാണ്, അദ്ദേഹം കറപ്റ്റഡാണ്, ആ കറപ്ഷനിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു എന്നൊക്കെ ഇപ്പോൾ വാദിച്ചാലും നിങ്ങൾ അന്ന് തന്നെ ആ സ്റ്റെപ്പ് എടുക്കേണ്ടിയായിരുന്നു എന്ന് അവിടുത്തെ സാമാന്യ ജനം നിങ്ങളോട് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രിപ്പില്ല, നിങ്ങളുടെ ആസ്തിത്വം ആ സംസ്ഥാനത്ത് നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യമായപ്പോഴാണ് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരാളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നുള്ള മറന്നു പോരുത്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരാളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തെറ്റിന് പ്രോത്സാഹനം കൊടുക്കുകയും ആ തെറ്റിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികളും തെറ്റുകാർ തന്നെയാണ്, ആണല്ലോ, അവരും ശിക്ഷാർഹർ തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ കലാപത്തിന് NPPയും ഉത്തരവാദികൾ തന്നെയാണ്, യാതൊരു സംശയവും അതിനകത്തില്ല, അവർ ഉത്തരവാദികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം രക്ഷപ്പെടാമെന്ന് വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മാത്യു ശാമുവൽ സാറ് മണിപ്പൂരിനെ കുറിച്ചും അതേപോലെ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾ മനസ്സിലാക്കിക്കോണം. ഇവരൊക്കെ ഊഹാഭോഗങ്ങൾ പറയുകയാണ്, അവരുടെ ഊഹങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അവരിവിടെ ഇരുന്ന് ചെയ്യുന്ന മുഴുവനും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പോലും അല്ല, അവരുടെ ചിന്തകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. അത് വിറ്റഴിക്കാൻ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ആ വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. വളരെ വാസ്തവമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ബഹുമാനപ്പെട്ട GK പിള്ള സാറ് ഈ കാര്യത്തിൽ അരമ്പായ് താങ്കലിനെ കുറിച്ചുള്ള കാര്യത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവിടുന്ന് സേനകളുടെ അധീനതയിലുണ്ടായിരുന്ന 6000-ഓളം തോക്കുകൾ എടുത്തുകൊണ്ട് പോയതിനെക്കുറിച്ച് അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ആ തോക്കുകൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് അനുവാദം കൊടുത്തത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല ആ തോക്കുകൾ എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു അത്രേ. അത് തമാശ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആദ്യം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അനുവാദത്തോടു കൂടിയാണ് കൊണ്ടുപോയത്, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് അവിടുന്ന് ആ മെയ്ത്തി സഹോദരങ്ങൾ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുക്കികളെ ഉന്മൂലനം ചെയ്യണം, ഗോത്രവർഗ്ഗക്കാരെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ വേറൊരു ചോദ്യം ഈ സംഘപരിവാർ കുടുംബങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നാഗകൾക്ക് അവിടെ പ്രശ്നമില്ലല്ലോ, കുക്കികൾക്ക് മാത്രമേ പ്രശ്നമുള്ളല്ലോ. എൻ്റെ മറുചോദ്യം, ഈ കുക്കികളും നാഗകളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. 1992 മുതൽ 94 വരെ അവിടെ വാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുക്കികളും മേത്തികളും തമ്മിൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ, കഴിഞ്ഞ 2023 മെയ് മാസം 3-ാം തീയതി വരെയുള്ള ചരിത്രത്തിൽ ഒരു ചെറിയ കലാപമെങ്കിലും ഉണ്ടായത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ കുക്കികളെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ രാജ്യസ്നേഹികളാണ്. എന്നാൽ മേത്തികൾ സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് വാദിച്ചവരാണ്. മറന്നു പോകണ്ട, സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് പറഞ്ഞ് 2012 ഇംഗ്ലണ്ടിൽ പോയി ഒപ്പുവെച്ച ആളാണ് BJPയുടെ രാജ്യസഭാ മെമ്പർ അവിടെ നിന്നുള്ള ആൾ. മനസ്സിലായില്ലേ? അപ്പം മേത്തികൾ അവർ ത്രിവർണ്ണ പതാക അല്ല സാധാരണ ഹോസ്റ്റ് ചെയ്യാറുള്ളതെന്നും കൂടെ ഓർത്തിരിക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ കുക്കികൾ ഇന്നും വി ലവ് ഇന്ത്യ, വി ആർ ഇന്ത്യൻസ് എന്നെപ്പോഴും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാനായിട്ടുള്ള പട്ടാള മേധാവികളടക്കം സായുധ പട്ടാളങ്ങളിലൊക്കെയും അംഗങ്ങളായിട്ടുള്ളവരാണ്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട GK പിള്ള സാറ് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി അവിടെ നടക്കുന്ന കാര്യങ്ങളെയാണ് മനോരമ പത്രത്തിൽ ഇന്ന് എഴുതിയിരിക്കുന്നത്. അത് ഇടാൻ തക്കവണ്ണം മനോരമ കാണിച്ച ധൈര്യം, ഞാൻ പലപ്പോഴും അവരെ തുച്ഛീകരിക്കാറുണ്ട്, മനോരമയുടെ പല നിലപാടുകളും ശരിയല്ല എന്ന് വാദിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് മനോരമ കാണിച്ച ആ ചങ്കൂറ്റത്തെ ഒന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് GK പിള്ള സാറിൻ്റെ ആ ആർട്ടിക്കിൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം. മണിപ്പൂരിൽ നടക്കുന്നത് അതൊരു വംശഹത്യ മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അത് മാത്രമല്ല, അതിനകത്ത് മറ്റു പല കാര്യങ്ങളുമുണ്ട് എന്നുള്ളത് കൃത്യമായ അറിവ് തരുന്നതാണ്. ദൈവം നമ്മളെ സത്യത്തിൽ നടക്കുവാൻ ഇടയാകട്ടെ. ഇവിടെ കേരളത്തിൽ ഇതിനെതിരെ പ്രചരിപ്പിക്കുന്ന ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള സഹോദരങ്ങളുടെ അറിവിലേക്ക് പറയട്ടെ, സത്യം നിങ്ങൾ അറിയണം, സത്യത്തിലേക്ക് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടണം. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പപ്പോൾ കാണുന്നവനെ കയറി അപ്പ എന്ന് വിളിക്കാൻ പോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹമുള്ള തേക്കടലച്ചൻ.